ഹലോ, ഇന്ന് നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ത്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷയായാലും അതുപോലെ തന്നെ നമ്മുടെ സംസാരമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ രീതി ആയിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള നമ്മൾ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വൈവിധ്യമാർന്ന ഒരു രാജ്യമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ വേറൊരു കൺട്രി, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പൊതുവെ കോമൺ ആയിട്ട് കാണുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ആ ഒരു കൺട്രിയിൽ ടോട്ടലി ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മുടെ സാംസ്കാരികപരമായിട്ടായാലും ഏതൊരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈവിധ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്തെ ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മണ്ണായാലും അതല്ല ക്ലൈമറ്റ് ആയാലും നമുക്ക് എന്താ പറയുക, അവിടെയുള്ള എല്ലാം വ്യത്യസ്തമാണ്. ജോഗ്രഫി പരമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, ഒരു ഇന്ത്യയുടെ മാപ്പാണ് തന്നിട്ടുള്ളത്. പക്ഷേ ആ മാപ്പിൽ തന്നെ എന്താണ് വ്യത്യസ്തമായിട്ട് ചില കാറ്റഗറി തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഓരോ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹിമാലയ മൗണ്ടെയ്ൻസ്. അപ്പോൾ 6 ഫിസിക്കൽ ഫീച്ചേഴ്സാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അത് നിങ്ങൾ ഓർത്ത് വെക്കണോ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹിമാലയൻ മൗണ്ടെയ്ൻസ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വരുന്നതാണ് എന്ത്, നോർത്തേൺ പ്ലെയിൻസ്. അതിൻ്റെ താഴെ പെനിൻസുലാർ പ്ലാറ്റ്യൂ, അതുപോലെ തന്നെ ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തായിട്ട് വരുന്ന കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് എന്തുണ്ട്, അയലൻഡ് ഉണ്ട്. അങ്ങനെ 6 ഫിസിക്കൽ ഫീച്ചേഴ്സാണ് നമ്മുടെ ഇന്ത്യൻ ഭൂപടത്തിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യയിലാണ് നമ്മുടെ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ boasts an incredible diverse array of physical features that includes mountains, plains, plateaus, deserts and coastal region. അപ്പോൾ 5 പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തുണ്ട്, ഈ ഇന്ത്യൻ്റെ ഈ ഒരു ഇതിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതാ പറയുന്നത്. ഏതൊക്കെയാണ് പറയുന്നത്, മൗണ്ടെയിൻസ് പറയുന്നുണ്ട്, പ്ലെയിൻസ് പറയുന്നുണ്ട്, പ്ലാറ്റ്യൂസ് പറയുന്നുണ്ട്, ഡെസേർട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ റീജിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ 5 ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ പറയുന്നത്, ദിസ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ഇന്ത്യൻ പൊസിഷൻ അറ്റ് ദ ജംഗ്ഷൻസ് ഓഫ് സെവറൽ ടെക്ടോണിക് പ്ലേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ ടെക്ടോണിക് പ്ലേറ്റ് ആണ്. അപ്പോൾ മൗണ്ടെയിൻ, അതായത് ഹിമാലയ മൗണ്ടെയിൻസ് ഉണ്ടായത് എങ്ങനെയാണ്, കൺവേർജൻറ്റ് ടെക്ടോണിക് പ്ലേറ്റിലൂടെയാണ് അല്ലേ. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ഡീപ്പായിട്ട് അങ്ങ് പോകണ്ട, ഹിമാലയൊന്നും എത്തണ്ട, ജസ്റ്റ് നമുക്ക് ഇൻട്രോ പറഞ്ഞങ്ങ് നിർത്താം. അപ്പോൾ ആ ഒരു സംഭവം ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ദിസ് ഫീച്ചേഴ്സ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദ കൺട്രീസ് ക്ലൈമറ്റ്, വെജിറ്റേഷൻസ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമ്മുടെ ക്ലൈമറ്റ് ആയാലും വെജിറ്റേഷൻസ് ആയാലും ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ ഡിഫറെൻ്റ് ആവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾ, ഈ നമ്മൾ പറഞ്ഞ 6 പ്ലസ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കൂട്ടിയിട്ട് അപ്പോൾ 6 കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹിമാലയ ഉണ്ട്, അതിൻ്റെ താഴെ തന്നെ നോർത്തേൺ പ്ലെയിൻ ഉണ്ട്, ഇപ്പുറത്തെ ഭാഗത്താണ് ഡെസേർട്ട് ഉണ്ട്, സെൻട്രലായിട്ടാണെങ്കിൽ എന്താ ഉള്ളത്, ഡെക്കാൻ പ്ലാറ്റ്യൂ ഉണ്ട്, 2 സൈഡിലായിട്ടാണെങ്കിൽ ഈസ്റ്റേൺ കിട്ടും വെസ്റ്റേൺ കിട്ടും, താഴെയായിട്ടാണെങ്കിൽ ഐലൻഡ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്, ദ നോർത്തേൺ മൗണ്ടെയ്ൻസ്. നോർത്തേൺ മൗണ്ടെയ്ൻസിൽ വരികയാണെങ്കിൽ ഹിമാലയം ഉണ്ട്, കാറക്കോറം റേഞ്ചും ആൻഡ് അതർ റേഞ്ചസും. അപ്പോൾ ഇത് 2 കൂടിയാണ് എന്ത്, നോർത്തേൺ മൗണ്ടെയ്ൻസിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹിമാലയ. ഹിമാലയനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ മനസ്സിലുണ്ടാവില്ലേ, ഒരു വലിയ മഞ്ഞ് മലയാണ് ഹിമാലയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
They are a chain of very high mountain ranges which run from the northern, northeastern and western parts of the ഇന്ത്യ. നമ്മുടെ നോർത്ത് ഭാഗത്തായാലും നോർത്ത് ഈസ്റ്റ് ആയാലും അതുപോലെ തന്നെ വെസ്റ്റേൺ പാർട്സ് ഒക്കെ അത്രത്തോളം നിരന്ന് കിടക്കുന്ന ഒന്നാണ് എന്ത് നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ദേ ആർ എ ഫർദർ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 സ്മോളർ റീജൻസ്. അപ്പോൾ 3 എണ്ണാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അത് ഏതൊക്കെയാണ് പറയുന്നത്? അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ 3 എണ്ണാണ് ഹിമാലയത്തിൽ മെയിനായിട്ട് വരുന്നത്. അത് കൂടാണ്ട് നമ്മളൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് കാരക്കോറം റേഞ്ച്. കാരക്കോറം റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇൻക്ലൂഡ്സ് എന്താണ് കാരക്കോറം റേഞ്ചിൽ വരുന്നത്? മൗണ്ട് കേറ്റു, നമ്മുടെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ആണ് എന്ത്? മൗണ്ട് കേറ്റു എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗണ്ട് കേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കാരക്കോറം റേഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കൂടാതെ ലൈസ് നോർത്ത് വെസ്റ്റ് ഓഫ് ദ ഹിമാലയാസ്, നോർത്ത് വെസ്റ്റിലാണ് നമ്മൾ ഈ കാരക്കോറൊക്കെ ഉള്ളത്. അപ്പോൾ അതർ സിഗ്നിഫിക്കൻസ് റേഞ്ച് ഇൻ നോർത്തേൺ ഇന്ത്യ ഇൻക്ലൂഡ്സ് ദ ലഡാക്ക് ആൻഡ് സംസ്കർ റേഞ്ചസ്. അപ്പോൾ ഈ ലഡാക്കും സംസ്കർ റേഞ്ചസ് ഒക്കെ എന്തുണ്ട്? ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഹിമാലയ മൗണ്ടൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ. അപ്പം രണ്ടാമത്തെ വരുന്നതാണ് എന്ത്? നമ്മുടെ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ്. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഹിമാലയത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതിലും 3 എണ്ണ വരുന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. The northern plains are further differentiated into 3 പാർട്സ്. ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ വരുന്നത്? പഞ്ചാബ് ഉണ്ട്, പഞ്ചാബ് പ്ലെയിൻസ്, ഗംഗ പ്ലെയിൻസ്. ഗംഗ വരികയാണെങ്കിൽ എന്തുണ്ട്? അപ്പർ ഉണ്ട്, മിഡിൽ ഉണ്ട്, ലോവർ ഉണ്ട്, 3 വരുന്നുണ്ട്. അതുകൂടാതെ ഒന്നും കൂടി ഉണ്ട്, എന്ത്? ബ്രഹ്മപുത്ര. അപ്പം ഈ 3 പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിവറാണ് അല്ലേ? കേട്ടിട്ടില്ലേ? അതിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? ഗംഗ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ബ്രഹ്മപുത്ര ഉണ്ട്. പഞ്ചാബിലാണെങ്കിൽ 5 നദികൾ, മറന്നു പോകരുതേ, 5 നദികളുണ്ട്. അതൊക്കെ വലിയ നമുക്ക് കുറച്ചുകൂടി ഹൈ ലെവലായിട്ട് പഠിക്കാം. ജസ്റ്റ് ഇൻട്രോയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ 3 പ്ലെയിൻസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്? ദ സോയിൽ ഇൻ ദീസ് ടെറൈൻസ് ഈസ് വെരി ഫെർട്ടൈൽ. അതായത് ഭയങ്കര ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഏറ്റവും നല്ല മണ്ണ് ലഭിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഏറ്റവും നല്ല കൃഷി ഇറക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ കൃഷിയും ചെയ്യാൻ പറ്റുന്ന ഫലപുഷ്ടമായ മണ്ണ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, മൂന്നാമത്തിനെ കുറിച്ച് പറയുകയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കവേഴ്സ് ദ സ്റ്റേറ്റ്സ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. രാജസ്ഥാനും ഗുജറാത്തും എന്നാണ് ഒന്നിച്ച് ഈ 2 സ്റ്റേറ്റും എന്തുണ്ട്? ഈ ഡെസേർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ദ താർ ഡെസേർട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ്. താർ ഡെസേർട്ടാണ് ഇതിൽ ഏറ്റവും വലുതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഫീച്ചറിങ് സാൻഡി ടെറൈൻ ആൻഡ് എ ഡ്രൈ ക്ലൈമറ്റ്. അവിടെ എന്താണ്? ഒരു ഡ്രൈ ക്ലൈമറ്റ് ആണ് നമ്മുടെ ഡെസേർട്ടിൽ കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്? ദ ആനുവൽ റെയിൻഫാൾ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദീസ് റീജൻസ് ഈസ് ലെസ് ദാൻ 150 മില്ലിമീറ്റർ ഇൻ ദ ഇയർ. അതായത് ഒരു വർഷത്തിൽ 150 മില്ലിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഡെസേർട്ടിലാണ്. അതുകൊണ്ടാണ് അവിടെ ഡ്രൈ ക്ലൈമറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വണ്ണാണ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂസ്. പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കംപ്രസൈസ് ദ സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. നമ്മുടെ സെൻറ്റർ, നമ്മുടെ ഇന്ത്യൻ്റെ സെൻറ്ററില്ലേ, ആ സ്ഥലമാണ് എന്ത്? പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ദീസ് റീജൻസ് ആർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് മാസസ്. അതായത് ഏറ്റവും ഓൾഡാണ് നമ്മളെ ലാൻഡ് മാസസ് ആണ് എന്ത്? നമ്മുടെ കൺട്രിയിലുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ലാൻഡ് മാസസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? പെനിൻസുലാർ പ്ലാറ്റ്യൂവിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ദ ഹില്ലി റീജൻസ് ഓഫ് ദ വെസ്റ്റേൺ ഗഡ്സ് കംസ് അണ്ടർ ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. അതായത് നമ്മുടെ വെസ്റ്റേൺ ഗഡ് സ്ഥിതി ചെയ്യുന്നത് അത് എങ്ങനെയാണ്? നമ്മുടെ ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇപ്പറുള്ളത് എന്താണ്? ഈസ്റ്റേൺ ഗട്ട് അല്ലേ? അപ്പോൾ ഈസ്റ്റേൺ ഗട്ടാണെങ്കിൽ എങ്ങനെയാണ്? ഹൈലാൻഡ്സ് ഹോസ് ദ ഹില്ലി റീജൻസ്. അവിടെയാണ് തൊട്ട് ഇപ്പറായിട്ടാണ് എന്ത്? ഈസ്റ്റേൺ ഗട്ടും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ
ഇനി നമുക്ക് അടുത്ത പറയാൻ പോകുന്നത് ദ കോസ്റ്റൽ പ്ലെയിൻ ആണ്. ദ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനൊന്നുമില്ല, ഈസ്റ്റേൺ ഘട്ടമുണ്ട് വെസ്റ്റേൺ ഘട്ടമുണ്ട്. അപ്പോൾ അതിൽ വെസ്റ്റേൺ ഘട്ട് പ്ലെയിൻസ് പറയുന്നത് എവിടെയാണ്? ഗുജറാത്ത് ടു കേരള. വെസ്റ്റേൺ ഘട്ട് വരികയാണെങ്കിൽ ഗുജറാത്ത് ടു കേരളയാണ്. ഈസ്റ്റേൺ ഘട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ്? വെസ്റ്റ് ബംഗാൾ ടു തമിഴ്നാട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ദെൻ ലാസ്റ്റ് ആണ് ഐലൻഡ്. ഐലൻഡ് പോകാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഐലൻഡ് നമ്മൾക്ക് ഇന്ത്യയിൽ 2 പറയുന്നത്. ദ 2 മെയിൻ ഐലൻഡ്സ് വിച്ച് കംസ് അണ്ടർ ദ ഇന്ത്യൻ ടെറിട്ടറി ആർ ഏതൊക്കെയാണ് വരുന്നത്? ലക്ഷദ്വീപും ഉണ്ട്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ഇന്ത്യനെ കുറിച്ചിട്ട് ഒരു ഇന്ത്യനിൽ ജനിച്ച് വളർന്ന നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിനെ കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും അറിയണ്ടേ? 6 ഫിസിക്കൽ ഫീച്ചേഴ്സ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്ത്യനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ 6 നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമുക്ക് എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതിനുള്ള ആൻസർ പറയാൻ പറ്റണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.